കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് CJP, ഒരു ഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മ. ആ രീതിയിൽ ജൻസിയൊക്കെ ഒരുപാട് ആകർഷിച്ച CJP, കോക്രോച്ച് ജനതാ പാർട്ടി. എന്നാൽ ഇതിലൊരു മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഫൗണ്ടർ മുന്നോട്ട് വെച്ച ചില ക്രൈറ്റീരിയ ഉണ്ട്. അത് വളരെ വിചിത്രവും രസകരവുമാണ്. മതമോ ജാതിയോ ലിംഗഭേദമോ ഒന്നും വേണ്ട, പക്ഷേ ഇതിൽ അംഗമാകാൻ 4 യോഗ്യതകൾ വേണം. ഒന്ന്, ജോലിയും കൂലിയും ഉണ്ടാകാൻ പാടില്ല. അത് സാഹചര്യങ്ങൾ കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തത്വങ്ങളുടെ അടിസ്ഥാനത്തിലോ ആകാം. കാരണം അവർ ചോദിക്കില്ല. 2, നല്ല മടിയനായിരിക്കണം. ശാരീരികമായ മടിയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം നിങ്ങളുടെ തലച്ചോറ് ചിന്തിക്കാം, അതിന് സ്വാതന്ത്ര്യമുണ്ട്. മുഴുവൻ സമയവും ഓൺലൈനിലായിരിക്കണം. നമ്മൾ വാഷ്റൂമിൽ ഒന്ന് പോകുന്ന സമയം ഉൾപ്പെടെ ഒരു ദിവസം കുറഞ്ഞ് 11 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കണം. പ്രൊഫഷണലായി വിമർശിക്കാൻ സാധിക്കും. വെറുതെ അപ്പ വിമർശനമല്ല, പ്രൊഫഷണലായി വിമർശിക്കാൻ കഴിയണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മൂർച്ചയുള്ളതും സത്യസന്ധവും സമൂഹത്തിൽ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള ഏതെങ്കിലും വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നതുമായിരിക്കണം. തങ്ങളെ മടിയന്മാരെന്നും പാറ്റകളെന്നും വിളിച്ച് അധിക്ഷേപിക്കുന്ന സിസ്റ്റത്തിന് നേരെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും പ്രതികരിക്കാൻ കഴിയുന്ന ആർക്കും ഈ ഡിജിറ്റൽ കൂട്ടായ്മയിൽ പങ്കാളികളാകാം. ഇതൊക്കെയായിരുന്നു അതിൽ അംഗമാകാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് കൊടുത്തിരുന്നത്. എന്താണ് CJP? ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ വലിയ ഒരു തരംഗമായി മാറിയ ഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മ. ഈ പാർട്ടി രൂപപ്പെടാൻ കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശം. കോടതി വാദത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, വ്യാജബിരുദങ്ങളുമായി നിയമരംഗത്തും മാധ്യമരംഗത്തും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ കടന്നുകൂടി സിസ്റ്റത്തെ ആക്രമിക്കുന്നവർ പാറ്റകളെ പോലെയാണ്. പ്രാദേശികമായി കൂറ എന്നാണ് അത് പാറ്റകളെ പറയാറുള്ളത്. അങ്ങനെ അദ്ദേഹം പാറ്റകളോട് ഉപമിച്ചിരുന്നു. ആ പരാമർശം യുവാക്കൾ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് തിരുത്തിയെങ്കിലും അത് വളരെ വലിയൊരു ചർച്ചയായി. ആ അധിക്ഷേപത്തെ ജൻസി തള്ളിക്കളഞ്ഞില്ല. പകരം സിസ്റ്റത്തോടൊരു നിരാശയുള്ള ഇന്ത്യൻ യുവാക്കൾക്കായി അഭിജിത് ദീപ്കെ എന്ന യുവാവ് വെർച്വൽ ലോകത്ത് ഒരു പരിഹാസ പാർട്ടി എന്ന നിലയിലാണ് CJPക്ക് രൂപം നൽകിയത്. മടിയന്മാരുടെ തൊഴിലില്ലാത്തവരുടെ ശബ്ദം എന്ന നിലയിലാണ് CJP രൂപീകരിച്ചത്. യുവാക്കളുടെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ പ്രലോഭനങ്ങൾ, മാധ്യമ കുത്തകകൾ എന്നിവയ്ക്കെതിരെ ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും പ്രതിഷേധിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പാർട്ടിക്കുള്ളിൽ. ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ അതിന്റെ ഫോളോവേഴ്സ് BJP, കോൺഗ്രസ് തുടങ്ങിയ പ്രമുഖ പാർട്ടികളെ പോലും പിന്നിലാക്കി കോടികളിലേക്ക് വന്നു. എന്നാൽ മറ്റൊരു കാര്യം ഇവരെ കുറിച്ച് പറയണേ, മുനാ നദി വൃത്തിയാക്കൽ പോലുള്ള ഓഫ്ലൈൻ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഈ യുവാക്കൾ. എന്താണ് അഭിജിത് ദീപ്കെ? ആരാണ് അഭിജിത് ദീപ്കെ എന്നും അഭിജിത് ദീപ്കെക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനും അതിന് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രമായ അഭിജിത്തിന് 30 വയസ്സാണ്. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ സ്വദേശിയാണ്. പൂനെയിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദം നേടി ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയി. ചെറിയ ആളൊന്നുമല്ല. നിലവിൽ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റേഴ്സ് ബിരുദം പൂർത്തിയാക്കി. ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് അഭിജിത് ദീപ്കെ. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ എക്സ്പേർട്ടാണ്. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ സന്നദ്ധ പ്രവർത്തകനായിരുന്നു. 2020 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPയുടെ മീം അധിഷ്ഠിത ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്ക് പിന്നിലും അദ്ദേഹം ഉണ്ടായിരുന്നു. CJP ഒരു AAP സ്പോൺസർഡ് പ്രോജക്റ്റ് ആണെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും സ്വതന്ത്രമായ യുവജന കൂട്ടായ്മയാണെന്ന് അഭിജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അഹന്ത നിറഞ്ഞ വാക്കുകൾ അതിനെ ഹാസ്യത്തിലൂടെ ട്രോളുകളിലൂടെയും ഒക്കെ നേരിട്ട് ഇന്ത്യൻ യുവത്വത്തിന്റെ ഡിജിറ്റൽ ശബ്ദമായി മാറുക എന്നത് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ യുവാക്കൾക്കിടയിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങൾ കൂടി പറയാം. വിരമിച്ച ശേഷമുള്ള പദവികൾക്ക് വിലക്ക്. ചീഫ് ജസ്റ്റിസുമാർ വിരമിച്ച ശേഷം അവർക്ക് പ്രതിഫലം എന്നോടെ രാജ്യസഭാ സീറ്റുകളോ മറ്റു രാഷ്ട്രീയ പദവികളോ നൽകാൻ പാടില്ല. വോട്ടർമാരുടെ അവകാശം സംരക്ഷിക്കുക. യോഗ്യനായ ഏതെങ്കിലും ഒരു വോട്ടറുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവ്വം ഒഴിവാക്കപ്പെട്ടാൽ വോട്ടവകാശം നിഷേധിക്കുന്നത് ഭീകരവാദത്തിന് തുല്യം. അത് അങ്ങനെ കണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യണം. വനിതാ സംവരണം. പാർലമെന്റിലെ ആകെ സീറ്റുകളുടെ എണ്ണം കൂട്ടാതെ തന്നെ സ്ത്രീകൾക്ക് 50% സംവരണം കൊടുക്കണം. കൂടാതെ ക്യാബിനറ്റ് പദവികളുടെ 50% സ്ത്രീകൾക്ക് നൽകണം. മാധ്യമ കുത്തകകൾ. അദാനി ഗ്രൂപ്പ്, റിലയൻസ് ഇവരുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കണം. സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് വഴിമാറണം. കൂറുമാറ്റക്കാർക്ക് വിലക്ക്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പാർട്ടി മാറുന്ന ജനപ്രതിനിധികൾക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് 20 വർഷത്തെ കർശന വിലക്ക് ഏർപ്പെടുത്തണം. ഇവ കൂടാതെ നീറ്റ്, CBSE തുടങ്ങിയ പരീക്ഷാ ക്രമക്കേടുകൾക്കിരയാകുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പൂർണ്ണമായും സുതാര്യമായി പ്രവർത്തിക്കുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഇതൊക്കെ തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ്. രാജ്യത്തിന്റെ വികസനത്തിന് വിഘാതമാകാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങളും അത് ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം
എന്താണ് എന്ന് കണ്ടെത്താത്തിടത്താണ്, അല്ലെങ്കിൽ അത് പൂർണ്ണമായും മനസ്സിലാക്കാത്തിടത്താണ് ഇവർ ഭാവിയിൽ ഒരു ഉപദ്രവമാകുമോ എന്ന സംശയം നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.